ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മീൻ. ശരിക്കും പറഞ്ഞാൽ വാർത്ത പോയിരുന്നോളാം. എവിടെയൊക്കെ മീൻ വരുന്നൊരു പ്രത്യേകത ഗൈസ്. ഈ ഒട്ടു കുത്തിയിട്ടുള്ള മീൻ കൊടുത്ത നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ചെറുപ്പത്തിൽ കുത്തിയാണ് മുട്ട. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡാമിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുതുമഴയത്ത് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടാ. ഇങ്ങനെയാണ് ഇപ്പോഴും മീൻ പിടിക്കുന്ന രീതി. പുറത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇത്ര കണ്ടാ പടയ്ക്കണേ. ഈ സൈഡ് വെള്ളം കൂടുതലാണ്, അവിടെ ഉണ്ടാവില്ല, കിട്ടില്ല അവിടെ. ഇത്ര എത്ര രാശേ ഇതാണ്ടാ എന്താണ് ഇവിടെ ഉണ്ട്, കാണിച്ചരാ. ആ ശരി, അതൊക്കെ വീടൊക്കെ സംസാരിക്കാൻ പുറത്താണ് ഞാൻ വിളിക്കാം. കേട്ടാ എന്താണ് ഇങ്ങനെയാണ് മീൻ അവിടെ ഇവിടെ കിടക്കുന്നത്, നമ്മൾ കാണില്ല. ഇഷ്ടംപോലെ മീൻ ഇതിലുണ്ട് കേട്ടാ. ഇവിടെ നിറയുണ്ട്, പക്ഷേ നമുക്ക് നോക്കിയാൽ കണ്ടത് വരില്ല. നേരെ നോക്കണം. അവിടെ കിട്ടിയാ ഇത് കിടണ്ടാറുണ്ട്. ഇതിലിടാ. കാണുന്നില്ല, നേരെ നോക്കിയാലേ കാണും. വെള്ളം ഇല്ലാത്ത പഠിക്കാണല്ലോ കയറി കിടക്കണത്. വെള്ളം ഇല്ലാത്ത പഠിക്കാണല്ലോ കയറി കിടക്കണത്. ഇതറ ഇതറ മയങ്ങിയടാ വെയിൽ കൊണ്ടിട്ടേ. ചത്തിട്ടൊന്നുമില്ല, ഇതൊക്കെ വെള്ളത്തിലിട്ടപ്പോൾ ജീവൻ വരും. അവിടെ അയ്യോ ഇട്ടോ എവിടെ നീ എറിഞ്ഞിട്ട് പറഞ്ഞാൽ കാണില്ലാട്ടാ ഈ പുല്ലിൻ്റെ അടിയിൽ. എവിടെ അത്? ഇവിടെ ഒന്നും ഇല്ല, കാണാനില്ല. നീ പിന്നെ കാണാത്ത അവിടെ കിട്ടാടാ. ഇതിവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, പോയി തോന്നുന്നു. രാവിലെ ഇറങ്ങി കുറച്ച് വലുത് കിട്ടുന്നേ. എന്നെ ഞാൻ എപ്പോഴാണ് വിളിച്ച്? എന്നെ വിളിക്കുമ്പോൾ തന്നെ 8 മണിയായി. കിട്ടിയാ? അതെ ആ സൈഡിൽ ഇല്ലാതെ നമുക്ക് ആ കുഴിയില്ലേ വലിയിട്ട് കോരിയല്ലടാ. ശരി, നേരൊന്നും അറിയില്ലല്ലേ. ആ ചവിട്ടണല്ലേ 2-3 തല്ലി ചവിട്ടിയടാ. ഇവിടെ ഉണ്ടാവട്ടെ. അത് നല്ല മഴയിലായിരുന്നു. നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ മഴ പെയ്തൊന്നും. പെയ്തു പറയണം. ഇവിടെ ഒന്നുമില്ല ഗൈസ്, അത് വലിയ ഡാമാണ്. എവിടെ ഒരുത്തം പിടിക്കുന്നുണ്ട്, അവിടെ ഒരുത്തം പിടിക്കുന്നുണ്ട്. ആ കാണുന്ന കുഴിയിൽ നമ്മൾ വലയിട്ട് കോരും. വലയിട്ട് കോരിയാൽ ചിലപ്പോൾ അതിൽ കിട്ടും, ചിലപ്പോൾ അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്ര ജീവനുള്ള സാധനം കാരണം ഇങ്ങനെയൊക്കെയാണ് ഈ മീൻ വന്ന് കിടക്കുന്നത്. കിട്ടിയാ പോയി ഇതാ കിടക്കാണോ വലുത്. ഇത്ര 2 ഉണ്ടോ ഇതില്ലേ? ഒന്ന് അത് പോയി. ഇതാ എനിക്ക് കിട്ടിയിട്ട് ഇതാ എൻ്റെ കാലിനോട് ഉണ്ട്. ഇതുപോലെ ഉണ്ടോ? ഇതാ ഇത് കളിക്കും. അയ്യോ കണ്ടാ ഈ വെള്ളത്തിൽ തന്നെ ഉണ്ട് തോന്നുട്ടോ. അവിടെ ഇവിടെ ഒക്കെ തട്ടുണ്ട്. അങ്ങനെ പുല്ലിന്റെ കൂടെ കിടക്കും, അറിയില്ല. പുല്ലിന്റെ കൂടെ തന്നെ കിടക്കണം. തിന്നുണ്ടോ നോക്കിയോ? ഇതാ കിട്ടിയാ? ചൂടായില്ലേ? കുറെ എണ്ണം ചത്തുപോയില്ലേ? ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടോ സംഭവം? കിട്ടിയാ?
കാശായി ഇത് വേണം അവിടെ ഉണ്ടാ അവിടെ നിന്ന് അറിയണ്ടത്. കൊറോണ വെയിൽ കൊണ്ട് മയങ്ങിയിട്ടേ ഇത് തന്നെ ഉണ്ട് കേട്ടോ. പഠിക്കണം. റേഡിയോയിലൊക്കെ ഉണ്ടാവുന്ന കാണുന്നില്ലല്ലോ. രാശി മുകളിൽ മുഴുവനും പിടിക്കാൻ വേണ്ട നിൽക്കണം. കണ്ടോ, നമ്മൾ പാലക്കാട് ഏറ്റുമീൻ കയറുക എന്നൊക്കെ പറയും. ഏറ്റുമീൻ പിടിക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. കവറിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മേൻ്റെ കയ്യിലും കുറച്ചുണ്ട് കേട്ടോ. സൈഡ് ഓടിക്കുന്നുണ്ടോ നോക്കട്ടെ. ചിലപ്പോൾ ഇങ്ങോട്ട് കയറി കിടക്കും. ഇത് ഡാമിലെ വെള്ളമാണ്. ഈ കാണുന്ന ഡാമാണ്. ഈ ഡാമിന് മീനുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് കയറും. അതായത് ഈ വെള്ളം ഇങ്ങനെ ഒലിക്കണത് ഈ കൂടെ, ഈ വെള്ളം ഇങ്ങനെ ഒലിക്കണത് ഈ കൂടെ ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ വലിയ വലിയ മീനുണ്ട്. കാണാം, ഇതിനുള്ളിലൊക്കെ വലിയ മീൻ ഇവിടെ ഉണ്ട്. കാണാം, വീഡിയോയിൽ കാണാന്നറിയില്ല. നല്ല വലിയ വലിയ പരലുണ്ട്. രാത്രിയൊക്കെയാണ് പറഞ്ഞാൽ കുറച്ച് വലിയ വലിയ മീനുകളുണ്ടാവും കേട്ടോ. അപ്പോൾ പരല് മാത്രമേ ഉള്ളൂ. ബാഗുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ വലുത് കിട്ടുന്നുള്ളൂ. കൈ നിറഞ്ഞിട്ട് പിടിക്കാൻ പറ്റുള്ളതാ. ആ കുഴിയിൽ കോരിയാലോ? ആ സാർ എവിടെയൊക്കെയാ മീൻ വരുന്നൊരു പ്രശ്നമില്ല ഗൈസ്. അങ്ങനെ ഇത് അവിടെ നടന്നു പോട്ടാ. ഇതേ ആടാ അവിടെ പോ. ഇതാ കിടക്കാൻ നേരെ നോക്കിയില്ല അവനെ കിട്ടില്ല. പടപടയ്ക്കണം എന്നാ കേട്ടോ. അതെയാ ഇനിയും കിട്ടിയാ ചേക്കൻ്റെ വീഡിയോ കോപ്പി റൈറ്റ് ആക്കും. എല്ലാവരും പഠിക്കണ്ട്. രാശേ യാ ആ കുഴിയിൽ കൂടി കിടക്കണ്ടാ. വെള്ളം ചൂടായ പിന്നെ അത് താഴേക്ക് ഇറങ്ങിപ്പോണ്ടാ. പ്രതീക്ഷിക്കാത്ത മീനുകൾ കിടക്കണം. തട്ടിയല്ലോ കാര്യം. എവിടേക്കാണ് കയറി പോണത്? എവിടെയുണ്ട്? ഗൈസ്, മീൻപിടുത്തത്തിൻ്റെ പല വർഷങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പല വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മുട്ടുകുത്തിയിട്ടുള്ള മീൻപിടുത്തം മുട്ടുകുത്തിയിട്ടുള്ള മീൻപിടുത്തം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ചെറുപ്പത്തിൽ കുത്തിയാണ് മുട്ട്. ഇപ്പതാ
നടക്കുമോ അല്ലത്? വിട്ടോ വിട്ടോ. ഹായ് ഗൈസ്, എന്താണ് മാമൻ? മൊട്ടുകുത്തി നീ കിട്ടൂടാ. കിട്ടും. അത്രയും കിട്ടിയില്ലേ? ഉണ്ട് കേട്ടോ, അതിനുള്ളിൽ നിറയുന്നുണ്ട്. അറിയാവുന്നതാണ്. ഞാൻ ചവിട്ടാതി കൂടെ പോയി ഇപ്പോൾ. ഗൈസ്, ഞങ്ങൾ മുട്ടുകുത്തി ഞങ്ങൾ ഇത്രയും മീൻ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മുട്ടുകുത്തി ഞങ്ങൾ പിടിച്ച മീനാണത്. ഇല്ല, അവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടേ. അതെവിടെയുണ്ട്? അയ്യോ, നല്ല പോലെ കറിച്ചൂട്ടാ. മാമ കോരി ഇടും മാമ. ഒരു ദിവസം കൂലിയാണ്. അയ്യോ വയ്യ. ആവശ്യത്തിനുള്ള മീനെ കിട്ടിയിട്ടാ. അങ്ങനെ നമ്മൾ അക്കടിയിട്ട് കഴിയിട്ട് പോവാ. ശരി, മീൻ കാണിക്കും. നമ്മൾ അവിടെയാണ് മീൻ വൃത്തിയാക്കാൻ പോണത് കേട്ടോ. കിട്ടിയ മീനിനൊക്കെ നമ്മൾ അവിടെ പോയി വൃത്തിയാക്കും. ആ താഴെ കണ്ട തിരിക്കടാ വണ്ടി. നമുക്ക് നമ്മുടെ നിർത്താം. തന്നെ എടുത്തോണ്ടിരിക്കുന്നതാ. ഒരുത്ത പാന്റ് അയച്ചിട്ട് മീൻ വറുക്കാൻ മീൻ നന്നായി വെളുക്കും. മീൻ വെളുക്കുക. ഇത് നല്ല മദ്യം കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് സ്പോട്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. നിങ്ങളാ എങ്ങനെയുണ്ട് സ്ഥലം? അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മീൻ. നല്ല കപ്പ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച. അതെ, കപ്പ പുഴുങ്ങി. അത് പോട്ടെ, മുട്ടയൊക്കെ പോട്ടെ, നീ അതാ നിൽക്കണ്ട. ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മീൻ. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വാർത്ത പോയിരുന്നോളാ. നേരേക്ക് ഇവിടെ വയ്ക്കണ്ടേ. വൈകുന്നേരത്ത് നല്ല കപ്പ പുഴുങ്ങിട്ട് മീൻ അടിക്കുന്നത്. അയ്യോ, വരക്കി അവൻ നേരേക്കില്ലടാ, അതിക്കറിയില്ല. ഞാൻ ഉരച്ചു തരാണെങ്കിൽ ചെളുക്ക പോണുണ്ടോ? ഓ, നമ്മൾ ഇങ്ങനെ എടുക്കുക. കാണാ, ഇതാണ് മീൻ. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇവിടെ വെച്ചത് ഇങ്ങനെ ഇതാ. നല്ല രസം. ഇങ്ങനെ വരയ്ക്കുക. വൈകുന്നേരത്ത് നല്ല കപ്പയും മീനും. അതെ, നല്ല കപ്പയും നല്ല മീനും. എന്നാ നല്ല ചൊടുക്കണേ മുളക് ഇട്ടിട്ട്. അതെ, നേരാക്കണ. ഓ, നേരാക്കണ ഗൈസ്. നല്ലൊരു വീഴ്ച കൂടും. മുട്ടുംകാലിന്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി വീഴ്ചട്ടാ. അയ്യോ, കാലി മുട്ടുംകാല് കാലൊക്കെ പ്രശ്നമായി തോന്നുന്നുണ്ട്. തട്ടിയ വീഞ്ഞ ഇല്ലല്ലോ അല്ലേ? ഒന്നും എടുക്കണില്ല ഞാൻ. അടിക്കണ്ട, കോളടിക്കണ്ട. നല്ല വഴുക്കലുണ്ടേ. ആണ്, വേറൊന്നുമല്ല.
അത് നല്ല വേനട്ടോ ആരും ഒടുങ്ങിട്ടോ ചെട്ടളിയുണ്ട് ഇല്ലല്ലോ അല്ലേ ചേട്ടവാ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചിറകാം അല്ലേ ചേട്ട കഴിഞ്ഞില്ലടാ അത് എന്താണത് ഇത്ര നേരം എന്താ കാണിക്കുന്നത് പോകണല്ലോ മായി നേരം പറയിപ്പിക്കണ്ട നീയും കൂടി പിടിച്ചതിപ്പോ കഴിഞ്ഞു ഗൈസ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താൻ പോണ അപ്പോൾ ബൈ 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 എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ ശരി ബൈ ടാറ്റാ ബൈ ശരി ബൈ പറ ബൈ 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 ഓക്കെ